ദിനംപ്രതി ഒട്ടനവധി പുതിയ പുതിയ വിഷയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അത് ഏതാണ്ട് ഈ 40-45 ഏക്കർ അവർക്ക് പതിച്ചു കൊടുക്കുന്ന കമ്പനിക്ക് കൈമാറി കൊടുക്കുന്ന അവകാശം കൈമാറി കൊടുക്കുന്ന വിഷയമാവട്ടെ, ഒട്ടനവധി വിഷയങ്ങൾ ദിനംപ്രതി ഓരോ പുതിയ പുതിയ അഴിമതികൾ. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 40,000 കോടി രൂപയുടെ ഒരു വരുമാനം കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു അനുമതി കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഇതൊരു 100 കോടിയിലോ 200 കോടിയിലോ ഒന്നും അവസാനിക്കുന്ന ഇടപാടുകൾ ആയിരിക്കില്ല എന്ന് അരിഭക്ഷണം കഴിക്കുന്ന മലയാളികൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആകെ ഒരു വിഷയം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയൊക്കെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവരുടെ ഭൂരിഭാഗവും അവരുടെ ബേസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവര് ഇത്തരത്തിലുള്ള നേതാക്കന്മാർ പ്രചരിപ്പിക്കുന്ന, ഇപ്പൊ നേരത്തെ ഇവിടെ ഡോക്ടർ ജയരാജ് ഒക്കെ സൂചിപ്പിച്ച പോലെ എന്തും പറയാ എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ അവർ കൊണ്ടുപോകും. അത് അവരുടെ വളരെ പാവപ്പെട്ട ഈ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൽ കൂടുതൽ ആളുകളും സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇന്ന് സത്യത്തിൽ നേതൃത്വം ഒരുപാട് മാറിയിരിക്കുന്നു. നേതൃത്വം ഈ 1,00,000 കോടി എന്നൊക്കെ പറയുമ്പോൾ ഈ സാധാരണക്കാരായ അണികൾക്ക് ഇത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഈ 1,00,000 കോടിയൊക്കെ ഉണ്ടാവുമോ? എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഇന്ന് അത് ഓരോരോ കഥയായിട്ട് പുതിയ പുതിയ ഈ പറയുന്ന സംഗതികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ നമ്മുടെ ഡോക്ടർ ജയരാജ് തർക്കിക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ ഇന്ററിം സെറ്റിൽ ബോർഡിന്റെ ഓർഡർ ഞാൻ വായിക്കായിരുന്നു. വളരെ കൃത്യമായിട്ട് സുരേഷ് കുമാർ എന്ന് പറയുന്ന ആ കമ്പനിയുടെ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ വളരെ നിർണായകമായിട്ട് മൊഴി അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ആ ഓർഡറിന്റെ 7ാമത്തെ പേജിൽ PV എന്ന് പറയുന്ന 2 അക്ഷരങ്ങളുടെ ഫുൾ ഫോം പിണറായി വിജയൻ, KK എന്ന് പറയുന്ന ആള് കുഞ്ഞാലിക്കുട്ടി, OC എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി, അങ്ങനെ ഒട്ടനവധി ആളുകളുടെ പേരുകൾ ആ കമ്പനിയുടെ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറാണ് പറയുന്നത്. അപ്പോ ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഓർഡർ വളരെ കൃത്യമായിട്ട് ഓരോ തെളിവ് സഹിതമാണ് ഇതെല്ലാം പറയുന്നത്. എന്നിട്ട് ഇവര് പറയുന്നത് സോഫ്റ്റ്വെയർ കമ്പനി ഈ പറയുന്ന, അതായത് സേവനം നൽകിയിട്ടില്ലെങ്കിലും അവർക്ക് ഈ പറയുന്ന പണം കൊടുക്കണം എന്നൊക്കെ ഇത് ഒരു വെള്ളരിക്ക പട്ടണത്തിൽ പോയിട്ട് പറയുന്ന രീതിയിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പക്ഷെ 100% ഉറപ്പുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ വിശദമായിട്ട് തന്നെ ഇത് പരിശോധിക്കുന്നുണ്ട്. ഈ വിഷയം 100% അന്വേഷണം വരും. മുഖ്യമന്ത്രി പറയുന്ന അതേ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് യാതൊരു സംശയവും വേണ്ട. ഈ പറയുന്ന ഇത് റവന്യൂ ഇടപാടാവട്ടെ, ഭൂമിയുടെ ഇടപാടാവട്ടെ, ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇത് 100 കോടിയിലും 200 കോടിയിലും ഒന്നും ഒതുങ്ങുന്ന സംഗതിയല്ല. മാത്യു കുഴൽനാടനെ പോലുള്ള ആളുകളൊക്കെ വെറുതെ ഈ ത്രില്ലർ സീരിയൽ പോലെ നാളെ 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 എന്ന് പറയുന്നതിനൊക്കെ പകരം കയ്യിലുള്ള തെളിവുകളൊക്കെ എത്രയും പെട്ടെന്ന് ഇഡിക്ക് കൈമാറണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്കൊക്കെ പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് കൈമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ അന്വേഷണത്തിന്റെ വഴിക്ക് തന്നെ അത് മുന്നോട്ട് പോകും. 100% കള്ളന്മാരെ എല്ലാം പിടിച്ച് അകത്താക്കുമെന്ന് യാതൊരു സംശയവും കേരളത്തിലെ ജനങ്ങൾക്കില്ല. ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്, അമിത്ഷായാണ് ആഭ്യന്തരമന്ത്രി. യാതൊരു വിധത്തിലും സംശയവുമില്ല ഈ കള്ളന്മാരെയൊക്കെ പിടിച്ച് ഉള്ളിലാക്കും എന്നുള്ളതിന് സാധാരണക്കാരായ കേരളീയ ജനങ്ങൾ ഇന്ന് നരേന്ദ്രമോദിയെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വസ്തുത.